വേനൽ മഴ കഴിഞ്ഞാൽ പിന്നീട് വരാൻ പോകുന്നത് കനത്ത കാലവർഷമാണ്. കാലവർഷം ഇത്തവണ കടുക്കുമെന്ന് മാത്രമല്ല 130% മഴ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മുന്നൊരുക്കങ്ങൾ തുടങ്ങണം, സർക്കാർ മുന്നൊരുക്കങ്ങൾ തുടങ്ങണം. അപ്പോൾ മുന്നൊരുക്കം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി പ്രേക്ഷകർ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. പകർച്ചവ്യാധി ഭീതിയും ഏറുകയാണ്. പലയിടത്തും മഞ്ഞപ്പിത്തം പടരുന്നുണ്ട്. അതിൽ ജാഗ്രത വേണം. മറ്റൊരു വില്ലൻ പ്രധാനമായിട്ടും കൊതുകാണ്. മൂളി വരുന്ന കൊതുക് എല്ലാ വർഷവും വെല്ലുവിളിയാകുന്നുണ്ട്. ഡെങ്കിപ്പനി കൊതുകുകളെ തുരത്താതെ രക്ഷയില്ല കേട്ടോ. മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കൂടി പ്രേക്ഷകർ ഓർമ്മിക്കണം. ഒരിക്കൽ കൂടി ഞാനൊന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. മഞ്ഞപ്പിത്തം പടരുന്നുണ്ട്, കൊതുക്, ഡെങ്കിപ്പനി തുടങ്ങിയവയ്ക്കുള്ള സാധ്യതയുണ്ട്. മഴ കൂടാൻ പോകുന്നു. നമ്പർ 1, ഫ്രിഡ്ജിൽ ട്രേയിലെ വെള്ളം കളയുക എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത കാര്യമായിരിക്കും. ഫ്രിഡ്ജിലെ ട്രേയിൽ കിടക്കുന്ന വെള്ളം കൊതുക് പെറ്റുപെരുകാനുള്ള സാധ്യതയുണ്ട്, ഡെങ്കിപ്പനിക്കുള്ള സാധ്യതയുണ്ട്. വെള്ളമുള്ള പാത്രം അടച്ചു വയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടേക്ക് മറ്റൊരു തരത്തിലും രോഗാണു പടരാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്പർ 3, കുടിവെള്ള പാത്രത്തിന്റെ ഉൾഭാഗം എപ്പോഴും കഴുകി സൂക്ഷിക്കാൻ ശ്രമിക്കണം. പലപ്പോഴും അത് 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് കഴുകുന്ന ആൾക്കാരൊക്കെ ഉണ്ടത്രേ. അതായത് ഈ വെള്ളം കുടിച്ചുകൊണ്ട് പോകും, ഓരോ ദിവസവും വരും, പാത്രം എടുക്കും, വെള്ളം കുടിച്ചുകൊണ്ട് പോകും. പക്ഷെ ഓരോ ദിവസവും നിങ്ങൾ കുടിക്കുന്ന വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന കുപ്പിയുടെ ഉൾവശം സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ആണെങ്കിൽ പോലും അതിൽ ഉൾവശം വൃത്തിയാക്കാൻ നിങ്ങൾ മറക്കരുത്. ഇൻഡോർ ചെടിച്ചട്ടി കൃത്യമായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കണം. പലപ്പോഴും ഇൻഡോർ ചെടിച്ചട്ടി നമ്മൾ വേണ്ടത്ര പരിപാലിക്കാറില്ല. അതിൻ്റെ കാഴ്ച കണ്ട് സൗന്ദര്യം ആസ്വദിച്ചു പോകുമെന്നതിനും അപ്പുറം ആ ചെടിച്ചട്ടി വൃത്തിയായിട്ട് വയ്ക്കാൻ ശ്രമിക്കണം. വെള്ളം കെട്ടിക്കിടക്കരുത്. പറമ്പിൽ വെറുതെ കിടക്കുന്ന ചിരട്ട, പാത്രം തുടങ്ങിയവ കമിഴ്ത്തിയിടാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട സമയമായിരിക്കുന്നു. ഇനി അങ്ങോട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ റബ്ബർ തോട്ടങ്ങളിലൊക്കെ ഈ അലക്ഷ്യമായി കിടക്കുന്ന ടയറുകളിൽ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ടയറുകളൊക്കെ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് മാറ്റുക. മരങ്ങൾ മുറിച്ച് അതിൻ്റെ മരക്കുറ്റികൾ നിൽപ്പുണ്ടെങ്കിൽ അത് മണ്ണിട്ട് നിറയ്ക്കണം. ഇല്ലെങ്കിൽ ആ മരക്കുറ്റിയുടെ പൊത്തിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കൊതുക് മുട്ടയിട്ട് പെരുകും. സൺഷെയ്ഡിലാണ് ഇനി വീണ്ടും കൊതുക് പെരുകാൻ സാധ്യതയുള്ളത്. ആ ടെറസ് ശുചിയായി വെക്കണം. വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കുകയും വേണം. ഇതൊന്നും നമ്മുടെ കണ്ണ് നേരിട്ട് ചെന്നെത്താത്ത സ്ഥലങ്ങളാണ്. ഉപയോഗിക്കാത്ത ചില ക്ലോസറ്റുകളൊക്കെ വീടിൻ്റെ പറമ്പിലൊക്കെ എടുത്തിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വീടിന് പുറത്തുള്ള ടോയ്ലറ്റിൻ്റെ സീറ്റ് അത് പ്രത്യേകമായിട്ടും അടച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കണം. അതിലും കൊതുക് വന്ന് മുട്ടയിടാനുള്ള സാധ്യതയുണ്ട്. കാര്യം അത്തരം ടോയ്ലറ്റുകളൊന്നും ഇപ്പോൾ കൂടുതലായി ഉപയോഗിച്ച് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് പുറത്തെ ടോയ്ലറ്റ് പോലും നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അടച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക കൂടി വേണം. ഇത് കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യുക. വേനൽ മഴയാണെങ്കിലും ഇനി കാലവർഷം വരാൻ പോവുകയാണ്. വേനൽ മഴയിലും കാലവർഷത്തിലും ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം സാധ്യത കൂടുതലാണ്. പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അപ്പോൾ ആരോഗ്യത്തോടു കൂടി ഇരുന്നാൽ മാത്രമേ ഈ വാർത്തയൊക്കെ കണ്ട് രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് വളരെ സന്തോഷത്തോടു കൂടി നമുക്കൊരു ദിനമൊക്കെ തുടങ്ങാൻ പറ്റൂ.